സോ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഒരു ഹോം ടൂർ തരുന്നതായിരിക്കും. ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ വീടല്ല, നാട്ടിലത്തെ ഗവൺമെൻറ് ക്വാർട്ടർ. സോ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ വന്നിട്ട് ഈ സ്റ്റേഷനിൽ വന്നിട്ട് 2 കൊല്ലമായി. ഇത് രണ്ടാമത്തെ വീടാണ് എൻ്റെ. ബിക്കോസ് ആദ്യം ഞാൻ താഴെ ഡൗൺ സ്റ്റേഴ്സ് ആയിരുന്നു, പിന്നെ അത് മെയിൻ്റെനൻസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ മേലെ ഷിഫ്റ്റ് ചെയ്ത് ഒരു 2 മന്ത്സിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച് എന്തിനാ മേലെ ഒക്കെ സെറ്റ് ആക്കിയപ്പോൾ പിന്നെ താഴെ പോകണ്ട വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓഫീസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ ഓരോന്നാക്കിയിട്ട് ഓരോ റൂമൊക്കെ കാണിച്ചു തരാം. ഇവിടുന്ന് പോകാനായി നമ്മൾ ഓൾമോസ്റ്റ് 2 years ആയി. ഇനി നെക്സ്റ്റ് 2 months നമ്മൾ പോസ്റ്റിംഗ് വന്ന് വേറൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇനി നെക്സ്റ്റ് 2 months നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും. മോസ്റ്റ്ലി ഞാൻ എല്ലാ സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്തു, ഡെക്കോറൊക്കെ കുറേയൊക്കെ പാക്ക് ചെയ്തു. അത് പക്ഷെ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടില്ല. അതൊക്കെ കാണിച്ചു തരാം. മെയിൻലി സത്യം പറഞ്ഞാൽ ഞാനിത് വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വീടിൻ്റെ കുറച്ച് പാർട്സിൻ്റെ പാർട്സൊക്കെ ഞാൻ പാക്ക് ചെയ്തു. ബാക്കി പാക്ക് ചെയ്യാത്ത പാർട്സൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. സോ എല്ലാ സ്ഥലത്തും ഓരോരോ മെമ്മറീസ് ഉണ്ടാക്കുക. ഗോപാൽപൂരിൽ നമ്മൾ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിലായിരുന്നു, ബിക്കോസ് ഇതിനൊരു കോഴ്സ് ആയിരുന്നു. അപ്പോൾ അത്ര വലിയ വീടല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അത്ര കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഡയറക്റ്റ് പോയി ഫസ്റ്റ് തൊട്ടല്ലേ ഫുള്ള് വാങ്ങിയത്. ഫ്രിഡ്ജ്, AC, എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് AC ഉണ്ടായിരുന്നു, ഫ്രിഡ്ജ് ഒക്കെ വാങ്ങി, വാഷിംഗ് മെഷീൻ, ചെറിയ കാര്യങ്ങൾ ഫസ്റ്റ് തൊട്ടാണ് വാങ്ങി. അപ്പം നല്ല ചിലവ് അത് ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെയും സാധനങ്ങൾ കൂടി, കുറേ സാധനങ്ങൾ അഡീഷനായി. ഓരോരോ റൂം കാണുമ്പോൾ, ഓരോരോ റൂം കാലിയൊക്കെ കാണുമ്പം വിചാരിക്കും ഇനിയും സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ അങ്ങനെ കുറേ പൈസ അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ലൈക്ക് ഇവിടെ ഈ കോർണർ. സോ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഭയങ്കര ടയേർഡ് പോലെ ഫേസ് ഉണ്ട്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ പുറത്ത് പോകും. ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ വാക്കിന് പോകും. കുറച്ച് ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു 1 വീക്കിൻ്റെ മേലെയായി ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു. മിഥുൻ വേറെ സ്ഥലത്ത് എന്നോട് ഒറ്റയ്ക്ക് നിൽക്കുക. അറിയില്ല ഇനി എപ്പോഴാണ് വരിക. 2 weeks കഴിയും, 1 month കഴിയും, ഒന്നും അറിയില്ല. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്. ചെറിയ കാര്യം ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്യും. സോ കമോൺ, ഞാനൊക്കെ വീട് ഇനി നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ടുള്ള ഫോളോയിങ് വീഡിയോസിൽ എൻ്റെ ഹോം ടൂർ ആയിരിക്കും. കമോൺ. ഇതാണ് ഫസ്റ്റ് എൻട്രൻസ്. ഈ സാധനങ്ങൾ ഞാൻ കുറച്ച് ആമസോണിൽ നിന്ന്, കുറച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വാങ്ങിയതാണ്. ഇതൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തത്. അത് സ്ട്രൈപ്സ് ഇല്ലേ, വര അത് പെയിൻറ്റ് ചെയ്തത്. അവിടെ എൻ്റെ സ്റ്റോർ റൂമാണ്. അതിൽ കൂടുതൽ കാണിക്കാനൊന്നും ഇല്ല. ഫുള്ള് പാക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. അത് സ്റ്റോർ റൂം കം വാഷിംഗ് മെഷീൻ വെച്ചത് സെർവൻറ്റ് റൂമാണ്. പിന്നെ ഇതാണ് എൻ്റെ മെയിൻ ഹോൾ. ഇത് ഒക്കെ ഫർണിച്ചർ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ്. പില്ലോ ഇതൊക്കെ ഞാൻ തന്നെ വാങ്ങിയതാണ്. പിന്നെ വാൾ ഡെക്കോർ അതൊക്കെ ഞാൻ തന്നെ വാങ്ങിയതാണ്. ഓരോരോ സ്ഥലത്തുനിന്ന് വാങ്ങി, അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങി, അങ്ങനെ ഓരോരോ സാധനം വെച്ച് കൂട്ടിയതാണ്. ഇതൊക്കെ ചെയർസ്, ഇത് എല്ലാ സാധനങ്ങളും, ഡെക്കോറിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയത്. എനിക്ക് സ്ലോലി ഡെവലപ്പ് ഫീലിംഗ് ആയത്. എന്താ പറയുക, എനിക്ക് ഹോം ഡെക്കോർ കൂടുതൽ ഇത് ഹക്കൂന മട്ടാട്ട എവിടെയോ ഞാൻ നാട്ടിൽ പോയതായിരുന്നേ. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഹക്കൂന മട്ടാട്ട ഇല്ല. അപ്പോൾ എനിക്ക് ഓരോരോ സാധനം ഞാൻ ഇങ്ങനെ നോക്കും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കും. പിന്നെ എനിക്ക് തന്നെ ഓരോരോ ഐഡിയ വരുമ്പോൾ, അല്ലെങ്കിൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങും. ലൈക്ക് ഇത് നമ്മൾ ഗോവയിൽ പോയതായിരുന്നു. അപ്പോൾ ഇത് ഡ്രീം ക്യാച്ചർ വാങ്ങി. അങ്ങനെ കുറേ സാധനം ഓരോരോ സ്ഥലത്തുനിന്ന് വാങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലോത്ത്സിൻ്റെ ഷോപ്പിങ്ങിനോട് കൂടുതൽ ഇപ്പോൾ എനിക്ക് ഇഷ്ടമാവുന്ന ഹോം ഡെക്കോറിൻ്റെ ഷോപ്പിംഗ് ചെയ്യുന്നതാണ്. ഞാൻ കുറേ സാധനം ഉണ്ടായിരുന്നു. എനിക്കൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല, ബിക്കോസ് കുറേ ഞാൻ പാക്ക് ചെയ്തു ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചൊന്ന് ഹോം ടൂർ ആക്കാം. ഇതൊക്കെ മിഥുൻ്റെ ബാച്ചിലർ ഡേയ്സിലുള്ള ഇതാണ്, ഫോട്ടോഗ്രാഫ്സൊക്കെയാണ്. ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഉണ്ടാക്കി വെച്ചത്. ഇതൊക്കെ പിന്നെ ഇത് മിഥുൻ്റെ സ്റ്റഡി റൂം ഞാനും എൻ്റെ ഓഫീസിൻ്റെ വർക്കൊക്കെ അവിടെ ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് മിഥുൻ്റെ സ്റ്റഡി റൂം. അതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ, അത് ശരിക്കത്തല്ല. പിന്നെ ഫോട്ടോസ്, ഇത് മിഥുൻ്റെ കബേർഡ്, ഇതൊക്കെ ഫ്രെയിംസ് ഒക്കെ ഇതിൻ്റെ ബാച്ചിലർ ഡേയ്സിലുള്ളതാണ്. പിന്നെ ഇതാണ് നമ്മൾ വലിയ കോറിഡോർ. ഇത് ലാസ്റ്റ് റൂമാണ്, ഏറ്റവും ലാസ്റ്റ് റൂം. അതിൽ വുഡൻ പാലറ്റ്സ് ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കണ്ടതായിരുന്നു. ഇതൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ നമ്മൾ പാർട്ടി റൂം വെച്ചതാൽ രാത്രിയൊക്കെ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് വെച്ച നല്ല ഭംഗിയാണ് ഇരിക്കാനും. ഒരു ജാം സെഷനൊക്കെ നല്ല രസമാണ്. അതിൻ്റെ ഡയറക്റ്റ് പുറത്ത് നമ്മളെ ബാൽക്കണിയാണ്. ഇപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് വെറുതെ
തുണികളൊക്കെ ആറിയിട്ടതാണ്, കുറച്ച് തുണിയൊക്കെ കാറ്റുകൊണ്ട് വീണ് പോയി. പിന്നെ ഇത് എൻ്റെ സെക്കൻഡ് റൂമാണ്, ഇത് ഗസ്റ്റ് റൂമാണ്. അപ്പം ഇത് അത്യാവശ്യം വലുതാണ് ഗസ്റ്റ് റൂം. ഇത് ജസ്റ്റ് ഞാൻ വെറുതെ ഇങ്ങനെ വെക്കും, ആരും അങ്ങനെ വരാറില്ല. ഗസ്റ്റ് പറഞ്ഞിട്ട് എൻ്റെ അമ്മയും അച്ഛനും ഇതിൻ്റെ അമ്മയും അച്ഛനും ആരും വന്നിട്ടില്ല നമ്മളെ അടുത്ത്. ഇത് ചെറിയൊരു ബാത്റൂം, ഗസ്റ്റ് റൂമിൻ്റെ അറ്റാച്ച്ഡ്, എല്ലാ റൂംസിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സിങ് ടേബിൾ, ഞാൻ ഇവിടെയാണ് മെയിൻലി ഡ്രസ്സപ്പൊക്കെ ആവുക. ബെഡ്റൂമിൽ വെച്ചിട്ടില്ല, ഡ്രസ്സിങ് ടേബിൾ ഇവിടെ തന്നെയാണ് വെച്ചത്. അപ്പോൾ ഇത് റൂം, ഇതാണ് എൻ്റെ നമ്മളെ മെയിൻ ബെഡ്റൂം. ഇവിടെ നമ്മൾ TV, ഇവിടെ കുറേ ഡെക്കോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പാക്ക് ചെയ്തു, അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഞാൻ എൻ്റെ ന്യൂ വീട് സെറ്റപ്പ് ആക്കുമ്പോൾ ഓരോരോ സാധനം കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ബീൻ ബാഗ്, അതാണ് എൻ്റെ ട്രൈപോഡ്, റിംഗ് ലൈറ്റ്, ഇത് കുട്ടി ഫോൺ, ആമി ഫോൺ. അപ്പം ഇത് മറ്റേ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ലാമ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഞാൻ പാക്ക് ചെയ്തു. ഈ വാൾ ഡെക്കോറൊക്കെ പോക്കി, ഞാൻ ഒന്നും ഇല്ല അപ്പം കാണിക്കാനായിട്ട്. സാധാ ഒരു സിമ്പിൾ റൂം, പക്ഷേ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഉള്ളിൽ എനിക്ക് ഡ്രസ്സിങ് ചെയ്യാനുള്ള ഇത് 2 കബേർഡിലും, ഇവിടുത്തതും ഇതും കബേർഡിൽ എൻ്റെ ഡ്രസ്സാണ്. എൻ്റെ വീട്ടിലിടുന്നതും വെസ്റ്റേൺ ടൈപ്പുള്ള ഡ്രസ്സാണ്. സാരികളുള്ളത് ആ ലാസ്റ്റ് റൂമിലെ കബേർഡ് ഇല്ലേനോ അവിടെയായിരുന്നു സാരികളും ട്രഡീഷണലൊക്കെ. ഇത് അത്യാവശ്യം വലിയൊരു ബാത്റൂം അറ്റാച്ച്ഡ്. ഞാൻ ലൈറ്റ് ഓൺ ആക്കാൻ മറന്നുപോയി, ഇനി ഞാൻ ഒന്നും കൂടി എടുക്കുന്നില്ല വീഡിയോ. സോ ഇതാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ തന്നെ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ TV കണ്ടുകൊണ്ടിരിക്കും. ഇതിൻ്റെ കിച്ചൺ, ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പം ഞാൻ ചോറും എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനും. ഇത് ഓപ്പൺ കിച്ചണാണ്, അപ്പം നല്ല രസമാണ്. നമുക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യാം ഒക്കെ. ഡോറിൻ്റെ അല്ല, നല്ല ഓപ്പൺ കിച്ചൺ, നല്ല സ്പേഷ്യസ്, എല്ലാ കാര്യവും നല്ല സ്പേഷ്യസ് ആണ്. ഇനി നമ്മളെ ബാൽക്കണിയാണ് വരുന്നത്, പുറത്തത്തെ. വലിയ കാര്യങ്ങളൊന്നും ഇല്ല, ഇതൊന്നും ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചില്ല. കുറച്ച് പ്ലാന്റ്സ്, കുറച്ച് ഇവിടെ ഒക്കെ ഡെക്കോർ ചെയ്തിട്ട് ഞാൻ നല്ലപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല ഡെക്കോർ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കാണിക്കാൻ പറഞ്ഞത്. പിന്നെ അത് എല്ലാ സാധനവും കുറേ ഡെക്കോർ ഉണ്ടായിരുന്നു, പക്ഷെ കുറേയൊക്കെ ഞാൻ പാക്കിങ് ചെയ്തു. എന്നോട് നല്ലോണം അറേഞ്ച് ചെയ്യാൻ വെക്കാൻ പറ്റിയില്ല. പോകുമ്പോഴാണ് ഞാൻ ഹോം ടൂർ തരുന്നത്. എന്തായാലും നെക്സ്റ്റ് വീക്കിൽ എന്തായാലും തരുന്നതായിരിക്കും. പിന്നെ വിട്ടുപോയത് പാറ്റൻ സൈഡിലൊരു ബാത്റൂം ഉണ്ട്. സോ ഇതായിരുന്നു എൻ്റെ കുട്ടി വീട് ഹോം ടൂർ, ബട്ട് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഇനി ഓരോരോ സാധനം നെക്സ്റ്റ് സ്റ്റേഷനിൽ ഉണ്ടാക്കണം, ഡെക്കോർ ചെയ്യണം. സോ അൺടിൽ ദെൻ ബൈ.